ഹലോ, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ഇന്നലെ. അതായത് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസിന്, അതായത് സെപ്റ്റംബർ ഇൻടേക്കിൽ വരുന്ന സ്റ്റുഡൻസിന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇവിടെ പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്താ നമ്മുടെ ആ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ വളരെയധികം നോക്കുന്നവരാണ് ഇവിടെയുള്ള ആൾക്കാരെ. ഏത് കാര്യങ്ങളും നല്ല ഡിസിപ്ലിനായിട്ട്, ഇത് പൊതുസ്ഥലത്താണേലും ഡിസിപ്ലിനായിട്ടുള്ള കാര്യങ്ങളാണ്, ഡിസിപ്ലിനായിട്ടുള്ളതാണ് രീതിയിലാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പം അല്ലെങ്കിൽ ഒരു മര്യാദകേടായിട്ട് മറ്റുള്ളവരോട് പെരുമാറുക, പൊതുസ്ഥലത്ത് മറ്റുള്ളവരെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്യുകയല്ല. മറ്റുള്ളവരെ എത്രയും പറ്റുന്ന അത്രയും പരിഗണിച്ച് അവർക്ക് കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ, ഒരു പൊതുസ്ഥലത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഇവിടെ എല്ലാ സ്ട്രീറ്റുകളും ഏത് ഏരിയയിലും ആണെങ്കിലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുക. അവർ വേസ്റ്റ് ഒന്നും നമുക്ക് വെളിയിലിടാനൊന്നും അനുവാദമില്ല. നമ്മുടെ നാട്ടിലെ സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പേപ്പറുകളാണേലും അല്ലെങ്കിൽ മുട്ടായി കള്ളാസാണേലും വേസ്റ്റൊക്കെ നമ്മൾ വലിച്ചെറിയുമല്ലോ എന്താണേലും. അതുപോലെ തന്നെ നമുക്ക് തോന്നുന്നിടത്ത് തുപ്പുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു രീതിയുണ്ട് നമ്മുടെ ആൾക്കാർക്ക്. പക്ഷേ അതൊരു വളരെ മോശപ്പെട്ട ഒരു രീതിയാണ്. ഈ പൊതു വഴികളിൽ, റോഡുകളിലൊക്കെ തുപ്പിയിടുക എന്നുള്ളത്. എനിക്കൊക്കെ ആണെങ്കിൽ എനിക്കല്ല, അങ്ങനെ ഒത്തിരി പേർക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാർക്കിച്ചൊക്കെ തുപ്പിയിടുക, അത് പറയുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അത് ചിലരങ്ങ് മൈൻഡ് ചെയ്യാറില്ല. അവർക്ക് നടക്കുന്നിടത്ത് തന്നെ പോകുന്ന വഴിക്ക് തന്നെ എല്ലാം അങ്ങ് ചെയ്തങ്ങ് പോകുന്നു. അങ്ങനെയുള്ള ആ രീതി ഇവിടെ ശരിയല്ല. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വഴിയിലാരും തുപ്പത്തില്ല. പക്ഷെ നമ്മുടെ ആൾക്കാരൊക്കെ ഈ വന്നു കഴിയുമ്പോഴുണ്ടല്ലോ, അവർക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഇങ്ങ് വരും. അപ്പോൾ അവർ ചിലരൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ തുപ്പുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ ഇവിടുത്തുകാർക്ക് ഭയങ്കര അനുഭവം ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ടിഷ്യൂ ഉപയോഗിക്കുക ചെയ്യുന്നത്. എന്തെങ്കിലും ഇപ്പം നമുക്ക് തൂക്കോ തുടയ്ക്കുകയോ ചെയ്യണമെങ്കിൽ, അഥവാ നമുക്കൊരു ച്യൂവിംഗം വായി കിടക്കുകയാണ്, അത് തുപ്പി വെളിയിലോട്ട് ഇടുകയില്ല. നമ്മൾ ടിഷ്യൂ എടുത്തിട്ട് അതിനകത്ത് പൊതിഞ്ഞു എടുത്ത് നമ്മൾ പിന്നെ ഒരു ഇവിടെ സ്ട്രീറ്റുകളിലൊക്കെ കൂടെ അവിടെ എല്ലായിടത്തോടും ബിന്നൊക്കെ വെച്ചിരിക്കും. ഏത് ഏരിയയിലെല്ലാം അടുത്തടുത്ത് ബിന്നുകൾ കാണും. ബിന്നുകളിൽ കൊണ്ടുപോയിടണം. അപ്പോൾ അങ്ങനെയുണ്ട്. ഏത് വേസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ബാഗോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ അതിനകത്ത് കീപ്പ് ചെയ്തിട്ട്, ബിന്നുണ്ടെങ്കിൽ ബിന്ന് കാണുന്നിടത്ത് ബിന്നിനകത്ത് ഇടണം. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ബിന്നിലിടുക. അല്ലാതെ പൊതുസ്ഥലത്ത് ഇടുന്ന ഒരു രീതി ഇവിടെ ഇല്ല. ഇവിടെ അങ്ങനെ കണ്ടു നിന്ന് കഴിഞ്ഞാൽ പെനാൽറ്റി വരെ കിട്ടും. അങ്ങനെയുള്ള ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കണം. കാരണം അവരുടെ കൺട്രി അവർ വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ വന്നിട്ട് വൃത്തികേടായിട്ട് കാണിക്കുന്ന കാണുമ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായവും പോവുകയും ചെയ്യും. നമ്മൾ വളരെ മോശപ്പെട്ട ആൾക്കാരാണ്, വൃത്തി ഒന്നുമില്ലാത്ത ആൾക്കാരാണെന്നൊക്കെ ഒരു വിചാരം വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒത്തിരി കുക്കൊക്കെ ചെയ്യുന്നവരാണല്ലേ. നമ്മൾ വീട്ടിൽ ഭക്ഷണമെല്ലാം ഉണ്ടാക്കും, ചോറും കറിയും എല്ലാം ഉണ്ടാക്കും. അപ്പം നമ്മുടെ ഈ കുക്കിങ്ങിൻ്റെ മണമൊക്കെ നമ്മുടെ ഡ്രസ്സുകളിൽ പിടിക്കും, അതുപോലെ നമ്മുടെ ദേഹത്ത് പിടിക്കും. ഈവൻ തലമുടിയെ വരെ ഇതിൻ്റെ മണം പിടിച്ചിരിക്കുവേ. പക്ഷെ നമുക്കത് മനസ്സിലാകത്തില്ല. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർക്കത് മനസ്സിലാകും. ഈ കുക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോവുകയാണെങ്കിലും, ഇപ്പം വെളിയിലോട്ട് എന്തെങ്കിലും ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റിന് പോവുകയാണെങ്കിലോ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ഇപ്പോൾ കുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദേഹമൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സൊക്കെ മാറി സ്പ്രേയും ഒക്കെ അടിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് ചീത്ത മണമൊന്നും വരാത്ത രീതി വേണം പോകാൻ. അല്ലെങ്കിൽ അവർ നമ്മളെ വളരെ മോശപ്പെട്ട ഒരാൾക്കാരായിട്ട് അവരിങ്ങനെയാണ്, ഒരു വൃത്തിയില്ലാത്ത ആൾക്കാരാണെന്നുള്ള രീതിയിൽ കണക്കാക്കുകയും പെരുമാറുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ നഖമൊക്കെ നന്നായിട്ട് വെട്ടി ചെറുതാക്കി നല്ലതായിട്ട് ക്ലീൻ ചെയ്ത്, ചിലരൊക്കെ വരുമ്പോൾ ചിലരൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ, അതും ശ്രദ്ധിക്കാത്തവരുണ്ട്. നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കറുത്ത് ചെളിയൊക്കെ ആയിട്ടിരിക്കുന്നവർ കുക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കറയൊക്കെ പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവരുണ്ട്. അതൊക്കെ തീർത്തും ഒരു മോശപ്പെട്ട കാര്യമാണ്. ഇവിടുത്തുകാരൊക്കെ നഖമൊക്കെ നല്ല ക്ലീനാക്കി നല്ല ക്രീമൊക്കെ തേച്ച് കൈയൊക്കെ നല്ല സൂപ്പറാക്കിയാണ് വരുന്നത്. അവരെല്ലാം നല്ല ക്ലീനാണ്.
അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അന്നേരം അവർക്കതൊക്കെ ഒരു പിന്നെ വൃത്തിയില്ലാത്ത ഒരു ആൾക്കാരെന്നുള്ളൊരു മനോഭാവം വരും. അപ്പം സ്മെല്ല് വരാതിരിക്കുക, അതുപോലെ തന്നെ കൈയൊക്കെ വൃത്തിയായിരിക്കുക, കൈയും കാലും നഖങ്ങളും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ വേറെ ശ്രദ്ധിക്കാനുള്ളത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ നമ്മൾ ബസ്സിലൊക്കെ കയറിയിരിക്കുമ്പോൾ, ഇവിടുത്തെ ബസ്സിലൊന്നും ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. കുറച്ച് നമ്മൾ നാട്ടിലെ പോലെ തിക്കിത്തിരക്കൊന്നും ആൾക്കാർ കയറില്ല, കുറച്ച് സീറ്റിലൊക്കെ ആൾക്കാർ കാണുള്ളൂ മിക്കവാറും. എന്നാലും അപ്പം നമുക്കൊരു ഫ്രീഡം തോന്നും. നമ്മൾ കുറച്ച് പേരൊക്കെ കൂട്ടുകൂടിയാണ് പോകുന്നെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് ഭയങ്കര ഒച്ചത്തിലൊക്കെ സംസാരിക്കും അല്ലേ, അത് നമ്മുടെ ഭാഷ. അപ്പോൾ അത് കുറച്ച് ഇംഗ്ലീഷുകാരോ മറ്റു രാജ്യങ്ങളിലുള്ളവരൊക്കെ ആ ബസ്സേ കാണും. അപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് അവർ എങ്ങനെയാണ് അവരെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ചിലപ്പോൾ അവരുടെ കുറ്റമാണോ പറയുന്നത്, അവരുടെ കാര്യമാണോ സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ വരും. അവരെ കളിയാക്കുന്നതാണോ, നമ്മൾ ചിലപ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം. നമ്മൾ പബ്ലിക് പ്ലേസിൽ അല്ലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ ട്രെയിനിലാണേലും ബസ്സിലാണേലും ഒക്കെ പോകുമ്പോൾ നമ്മൾ പരമാവധി ഇംഗ്ലീഷ് തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക പൊതു സ്ഥലത്ത്. ഇനി അഥവാ നമ്മുടെ ലാംഗ്വേജ് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്തടുത്തിരിക്കുന്നവരുടെ തന്നെ പതിയെ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ പതിയെ വല്ലതും സംസാരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അതെല്ലാവർക്കും അതെ. ഇപ്പം ഞാൻ തന്നെയാണേലും ബസ്സിൽ പോകുമ്പോൾ ഇപ്പം നമ്മുടെ മറ്റ് ലാംഗ്വേജൊക്കെ സംസാരിക്കുന്നവർ വന്നിട്ട് ഇങ്ങനെ, അതായത് ഈ ആഫ്രിക്കൻസൊക്കെ ഇങ്ങനെ ബസ്സിലൊക്കെ കയറി എന്നിട്ട് അവരിങ്ങനെ ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കും കേട്ടോ അവരുടെ ഭാഷയെ. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തുകാർക്ക്. അപ്പോൾ അതുമാത്രം വിഷമം തോന്നുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം കേട്ടോ. അത് നമ്മളോർക്കും അതൊക്കെ വേറെ നിസ്സാര കാര്യമാണ്, അതിപ്പോൾ ഇനിയിപ്പോൾ എന്നാ കുഴപ്പമൊന്നു. പക്ഷേ അങ്ങനെയല്ല, അതിലൊക്കെ കാര്യമുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ എവിടെ പോകുകയാണെങ്കിലും നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലേ. ഒന്നെങ്കിൽ ഫോൺ ചെയ്യാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മ്യൂസിക് കേൾക്കാനോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഫോണിൽ എടുത്ത് കണ്ടുകൊണ്ട് നമ്മൾ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ ആ സമയത്ത് പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇയർഫോണോ വല്ലതും ഉപയോഗിച്ച് വളരെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം. ഇപ്പം ഇയർഫോണൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പറ്റുന്നത്ര ഫോണൊന്ന് ഓണാക്കി ഒത്തിരി ലൗഡായിട്ടുള്ള കാര്യങ്ങൾ എന്നതാ മ്യൂസിക്കോ കാര്യങ്ങൾ എന്താണേലും ഇത് വെച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ നോക്കണേ. അതൊക്കെ ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യം ആൾക്കാർക്ക്. മറ്റുള്ളവർക്ക് അതൊരു ശല്യമായിട്ട് തോന്നും. പ്രത്യേകിച്ച് നമ്മുടെ ഭാഷ അറിയത്തില്ലാത്തവർക്ക്, മറ്റ് ഭാഷകൾ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അതൊക്കെ വളരെ അനോയിങ്ങായി തോന്നും. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഫോണിൽ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിലും നമ്മൾ അത്യാവശ്യ കാര്യം മാത്രം നമ്മുടെ ഭാഷയെ പറയാവുള്ളൂ. അതും മാക്സിമം നമ്മൾ ഇയർഫോണൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒത്തിരി ഒച്ചത്തിലൊന്നും സംസാരിക്കാതെ. അപ്പം നമ്മൾ അവരെ അങ്ങ് പേടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കും. പക്ഷേ ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവരെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നും. അതൊക്കെ ഇവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒത്തിരി ആൻറ്റി മൈഗ്രൻ്റ് ആയിട്ടുള്ള മനോഭാവം ഇവിടുത്തെ ഒത്തിരി ആൾക്കാർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈയിടെ പലയിടത്തും ലഹളയൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഇനി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ഉള്ളവരും ഇങ്ങോട്ട് പുതുതായിട്ട് വരുന്നവരും ഒക്കെ. പുതുതായിട്ട് വരുന്നവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും കുറച്ച് കഴിഞ്ഞാലല്ലേ അവർക്കെല്ലാം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത്. ഇപ്പം പുതിയതായിട്ട് ഇവിടെ വന്നവരുണ്ടെങ്കിൽ അവർ അല്ലെ വരാനിരിക്കുന്നവർ ഇതൊക്കെ ഒന്ന് കേട്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇപ്പം നമ്മുടെ ജോലി സ്ഥലത്ത് തന്നെയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പം ഇപ്പം നമ്മളൊരു അപ്പോയിൻമെൻറ്റിന് ഹോസ്പിറ്റലിൽ പോകുക, അങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ തൊട്ട് പുറകെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോർ അങ്ങോട്ട് വലിച്ചങ്ങ് വിട്ടിട്ട് പോകാതെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം തൊട്ട് പുറകിലുള്ള ആൾക്കാർ ആ ഡോർ വന്ന് അവരത് പിടിച്ച് കടക്കാൻ വേണ്ടിയിട്ടൊരു, അതായത് അവരുടെ മുഖത്തോട്ട് ഇങ്ങനെ ഡോർ അടിക്കുന്ന പോലെ അങ്ങനെ അടച്ച് വിടരുത്. അപ്പോൾ അതങ്ങനെ അവരിപ്പോൾ അവരാണേലും നമ്മൾ പുറകെ വരുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ടിയിട്ട് അത് ഹോൾഡ് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ളൊരു ഒത്തിരി ദൂരെ ആയിട്ട് ആൾക്കാർ വരുന്നതാണ് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ അടുത്ത് നമ്മുടെ പുറകിൽ ഒത്തിരി ദൂരം അല്ലാതെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡോറൊന്ന് ഓപ്പണാക്കി ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം.
അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് ഇവിടുത്തെ. അതൊക്കെ ഒരു വലിയൊരു മര്യാദയായിട്ടാണ് ഇവർ കാണുന്നത്. അവരും അത് ചെയ്യും. അതുപോലെ തന്നെ ജോലിസ്ഥലത്ത് ഇപ്പോൾ ഒത്തിരിയധികം ഇങ്ങനെ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ മലയാളികൾ കുറച്ച് കൂടുതലുള്ള സ്ഥലമാണെങ്കിലും നമ്മൾ മലയാളത്തിൽ ഒത്തിരി ഒച്ചത്തിൽ സംസാരിക്കുന്നത്. അതൊക്കെ അവർക്ക് അതൊക്കെ ഇപ്പം അതിനെക്കുറിച്ചുള്ള കംപ്ലയിൻറ്റുകളൊക്കെ ശരിക്കും ഹോസ്പിറ്റലുകളിൽ കൂടെ പോലും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവരെയും കൂടെ കൺസിഡർ ചെയ്ത് ഒരു നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ അവരൊക്കെ ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊന്നും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ നോക്കുക. നമ്മൾ വേറെ ഭാഷ സംസാരിക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായി തോന്നുകയും ചെയ്യും. പിന്നെ അവരോർക്കും ചിലപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ടായിരിക്കും ഇവരുടെ ഭാഷയെ സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കതൊരു ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മളോടുള്ളൊരു ഇഷ്ടക്കേടായിട്ട് മാറും. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. എല്ലാ ആൾക്കാരെയും നമ്മൾ കൺസിഡർ ചെയ്യുക. എല്ലാവരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. ഇതൊക്കെ ചെയ്യണം. അപ്പം നമ്മൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്ഥലത്ത് നടന്ന പോലെയുള്ള നമ്മുടെ നാട്ടിലുള്ള പോലെയുള്ള കാര്യങ്ങളിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇവിടെ ഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ക്ലീൻ ആൻഡ് ടൈഡി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പം എല്ലാ പബ്ലിക് പ്ലേസ് എല്ലാം നമ്മളിപ്പോൾ ടോയ്ലറ്റിൽ പോവുകയാണെങ്കിലും നമ്മളവിടെ എല്ലാം വെള്ളമെല്ലാം ഒഴിച്ച് ടിഷ്യൂ എല്ലാം ഇതിലിട്ട് വൃത്തികേടാക്കി ഇടാതെ എല്ലാവരും അങ്ങനെ നല്ല രീതിയിലുള്ള ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ ടോയ്ലറ്റൊക്കെ പോയാലും മിക്കവാറും എല്ലായിടും നല്ല ക്ലീൻ ആയിരിക്കും. അതായത് ടോയ്ലറ്റിൽ കയറുന്നവർ അവർ വൃത്തികേടാക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെ എനിക്കിന്ന് പറയാനായിട്ട് ഓർമ്മ വരുന്നത്. വേറെ ഇനി പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഓർമ്മയിൽ വന്നു കഴിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.